ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്റർ ആണ്. 7th ചാപ്റ്റർ ഇന്റർനെറ്റ് വെബ് പ്രോഗ്രാമിംഗ്. അതിൽ HTML എന്ന് പറയുന്ന മാർക്കപ്പ് ലാംഗ്വേജിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ നമ്മൾ HTMLന്റെ ഫുൾ ഫോം എന്താണെന്ന് ഓർത്ത് വെക്കണം. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ ഫോം. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ എന്തിനാണ് HTML യൂസ് ചെയ്യുന്നത്? നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും HTML കുറിച്ച്. നമ്മൾ 10ാം ക്ലാസ്സിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു HTML എന്ന് പറയുന്നത് ഒരു ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ് അത്. അതായത് എന്താണ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ, നമുക്കൊരു എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അറേഞ്ച്മെന്റ് ചെയ്യാൻ, അതിനൊക്കെയാണ് നമ്മൾ ഈ മാർക്കപ്പ് ലാംഗ്വേജസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഹൗ ടു ഡിസ്പ്ലേ, ഹൗ ടു അറേഞ്ച്മെന്റ്, അങ്ങനെ ഈ കണ്ടന്റ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കപ്പ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ലാംഗ്വേജ് ആണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പൊ ഈ ഒരു മാർക്കപ്പ് ലാംഗ്വേജും പ്രോഗ്രാമിംഗ് ലാംഗ്വേജും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമുക്ക് പല ടാസ്കുകൾ ചെയ്യിപ്പിക്കേണ്ടി വരും. പല ലോജിക് ഡിസിഷൻസ് അതിൽ കൊണ്ടുവരേണ്ടി വരും. അതുപോലെ കാൽക്കുലേഷൻസ് ചെയ്യേണ്ടി ഒക്കെ വരും. പക്ഷെ മാർക്കപ്പ് ലാംഗ്വേജിൽ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് എന്താണ് കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെയാണ് ഈ ഒരു മാർക്കപ്പ് ലാംഗ്വേജിലും കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഈ ഒരു HTML എന്നത് ഒരു ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്, ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. അതുപോലെ XML എന്താണ്, ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് HTML യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നമുക്ക് ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ HTML യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഒരുപാട് വെബ്സൈറ്റുകളൊക്കെ ഓപ്പൺ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. അതിൽ ഒരുപാട് വെബ് പേജുകൾ ഉണ്ടായിരിക്കും. കളക്ഷൻ ഓഫ് വെബ് പേജ് ആണ് ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെയൊക്കെ അതിൽ എന്തൊക്കെ ആഡ് ചെയ്യണം, എങ്ങനെയൊക്കെ അതിൽ സ്റ്റൈൽ ചെയ്യണം, ഇമേജ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യുക, അതുപോലെ ഹൈപ്പർ ലിങ്ക് എങ്ങനെ കൊണ്ടുവരിക, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു HTML പഠിക്കാൻ പോകുന്നത്. അപ്പം ഒരു വെബ് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ട് പ്രൈമറി ആയിട്ട് നമ്മൾ അറിയേണ്ട ഒന്നാണ് HTML. ഓക്കെ, നമ്മളിത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ക്രിയേറ്റിംഗ് വെബ് പേജസ്. ഓക്കെ, ഫോർ ക്രിയേറ്റിംഗ് വെബ് പേജസ്. അപ്പൊ ഏതൊരു ലാംഗ്വേജിനും പോലെ HTML-നും എന്തുണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഇപ്പോൾ സി ലാംഗ്വേജ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. സി ലാംഗ്വേജ്, അതുപോലെ ജാവ, പൈത്തൺ, ഇതിനൊക്കെ എന്തുണ്ട്, ഒരു സ്ട്രക്ചർ, സിന്റാക്സ് ഉണ്ടായിരിക്കും. അതങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ HTML-നും എന്തുണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അപ്പൊ അത് നമ്മൾ ഫോളോ ചെയ്യണം. അപ്പൊ ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. കണ്ടില്ലേ, ഈ ഒരു എക്സാമ്പിളോട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ HTML എഴുതുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഡോക് ടൈപ്പ് HTML എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ഏത് ടൈപ്പാണ്, ഈ ഒരു ഡോക്യുമെന്റ് ടൈപ്പ് ആണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എലമെന്റ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ ഇതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഡിക്ലറേഷൻ ഡിഫൈൻസ് ദാറ്റ് ദിസ് ഡോക്യുമെന്റ് ഈസ് ആൻ HTML5 ഡോക്യുമെന്റ്. അതായത് HTML എക്സ്ക്ലമേഷൻ മാർക്കാണിത്. എക്സ്ക്ലമേഷൻ മാർക്ക് ഡോക് ടൈപ്പ് HTML എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് HTML5 ഡോക്യുമെന്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഡീഫോൾട്ട് നമ്മൾ എപ്പോഴും ഇതാണ് ഫസ്റ്റ് നമ്മൾ HTML കൊടുക്കുക, HTML കോഡ് എഴുതുന്ന സമയത്ത് കൊടുക്കുക. അടുത്തത് നമ്മൾ HTML സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതിന്റെ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അടുത്തതായിട്ട് കൊടുക്കുന്നതാണ് എന്ത്, HTML എന്ന് പറയുന്നത്. HTML. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ റൂട്ട് എലമെന്റ് എന്ന് പറയുന്നത്. റൂട്ട് എലമെന്റ് ഏതാണ്, HTML ആണ്. ഈ HTML-ന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഹെഡ് കൊടുക്കുന്നത്. ഹെഡ്, ഇതിലാണ് നമുക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹെഡിലാണ് കൊടുക്കുക. നമുക്ക് എന്തെങ്കിലും ടൈറ്റിലൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഹെഡിലാണ് കൊടുക്കുക. അപ്പൊ ഈ ഹെഡ് കൊടുക്കും. പിന്നെ അതുപോലെ എന്തുണ്ട്, ബോഡി ഉണ്ട്, അങ്ങനെ ഒരുപാട് ടാഗുകൾ ഉണ്ട്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഒരു HTML കോഡ് എഴുതുമ്പോൾ വേണ്ടത്. HTML ഹെഡ്, ബോഡി. അപ്പൊ ഇതൊക്കെ എന്താന്ന് വെച്ചാൽ, നമ്മളൊരു HTML ഒരു കോഡ് എഴുതുന്ന സമയത്ത് ഒരു ടാഗ്, ഇതിനൊക്കെ ടാഗ് എന്ന് പറയും കേട്ടോ. അതൊക്കെ ഒരു ടാഗ് ആണ്. ടാഗ് അല്ലെങ്കിൽ എലമെന്റ് എന്നൊക്കെ പറയും. അപ്പൊ ഈ ഒരു ടാഗിന് ഓപ്പണിംഗ് ടാഗ് ഉണ്ടായിരിക്കും, ക്ലോസിംഗ് ടാഗ് ഉണ്ടായിരിക്കും. അതായത് HTML എന്ന് മാത്രം ഇങ്ങനെ ഒരു ലെസ് ദാൻ സൈൻ, HTML ഗ്രേറ്റർ ദാൻ സൈൻ, ഇങ്ങനെയാണെങ്കിൽ എന്താണ്, ഓപ്പണിംഗ് ടാഗ് ആണ്. ഓപ്പണിംഗ് ടാഗ് ആണ്. അതുപോലെ ഇതിന്റെ ക്ലോസിംഗ് ടാഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതായിരിക്കും ഇതിന്റെ ക്ലോസിംഗ് ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു എലമെന്റ് ആണ് ക്ലോസിംഗ് ടാഗ് ഇല്ലാത്തത് ഉണ്ടായിരിക്കും. പക്ഷെ ഏതൊരു എലമെന്റിനും എന്തുണ്ടായിരിക്കും, ഓപ്പണിംഗ് ടാഗ് ഉണ്ടായിരിക്കും, ക്ലോസിംഗ് ടാഗ് ഉണ്ടായിരിക്കും. അങ്ങനെ ഈ രണ്ട് ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും ഉള്ള എലമെന്റ്സിനെ പറയുന്ന പേരാണ് എന്ത്, കണ്ടെയ്നർ ടാഗ് എന്ന് പറയുന്നത്. കണ്ടെയ്നർ ടാഗ്. ഓക്കെ, അപ്പം ക്ലോസിംഗ് ടാഗും അതുപോലെ ഓപ്പണിംഗ് ടാഗ് ഉള്ളതിനാണ് കണ്ടെയ്നർ ടാഗ് എന്ന് പറയുന്നത്. ചിലതിന് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ ഓപ്പണിംഗ് ടാഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, എംപ്റ്റി ടാഗ്സ് എന്ന് പറയുന്നത്. അതൊക്കെ എന്താന്ന് ഇനിയും പറയൂ കേട്ടോ. ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ചെറിയൊരു എക്സാമ്പിൾ നോക്കി നോക്കാം.
ഓക്കെ, നമുക്ക് ഈ ചെറിയൊരു എക്സാമ്പിൾ നോക്കാണ്. ഇപ്പൊ കണ്ടോ, HTML ഹെഡ് ആദ്യം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, HTML ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ HTML കോഡ് എഴുതുമ്പോൾ ഫസ്റ്റ് HTML നമ്മൾ ഓപ്പൺ ചെയ്യണം. ഈ ഓപ്പൺ ചെയ്തിട്ടുള്ള HTML ഏറ്റവും ലാസ്റ്റ് മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആദ്യം HTML ഓപ്പൺ ചെയ്തു, ഏറ്റവും ലാസ്റ്റ് നമുക്ക് എഴുതാനുള്ള കോഡുകളൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രമേ HTML ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ HTML ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ്, ആദ്യം നമ്മൾ HTML ഓപ്പൺ ചെയ്തു, അതുപോലെ അതിനുശേഷം നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടതാണ് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഹെഡ്. അപ്പൊ ഈ ഹെഡിന്റെ ഉള്ളിലാണ് നമ്മൾ ടൈറ്റിലൊക്കെ കൊടുക്കുക. ടൈറ്റിൽ കൊടുത്തിട്ട് എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കുക, എന്നിട്ട് എന്താക്കണം, ടൈറ്റിലൂടെ ക്ലോസ് ചെയ്യണം. അതുപോലെ ഹെഡ് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്ത ശേഷം ഹെഡ് എന്താക്കണം, ക്ലോസ് ചെയ്യണം. ഹെഡ് ക്ലോസ് ചെയ്ത ശേഷം മാത്രമാണ് എന്ത് ഓപ്പൺ ചെയ്യുള്ളൂ, ബോഡി ഓപ്പൺ ചെയ്യുള്ളൂ. എന്നിട്ട് ബോഡി ക്ലോസ് ചെയ്ത ശേഷം മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, നമ്മൾ HTML ക്ലോസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ HTML ഓപ്പൺ ചെയ്യുന്നു, അതിന്റെ ഉള്ളിൽ നമ്മൾ ഹെഡ് ഓപ്പൺ ചെയ്യുന്നു, അതിന്റെ ഉള്ളിൽ ടൈറ്റിൽ ഓപ്പൺ ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്യുന്നു, എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹെഡ് ക്ലോസ് ചെയ്യുന്നത്. അതിനുശേഷം മാത്രമാണ് ബോഡി ഓപ്പൺ ചെയ്ത് ബോഡി ക്ലോസ് ചെയ്യുള്ളൂ. ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മൾ HTML ക്ലോസ് ചെയ്യാം. നമുക്ക് ഒരു വെബ് പേജിൽ എന്തൊക്കെ ഡിസ്പ്ലേ ചെയ്യണം, അതൊക്കെ നമ്മൾ എവിടെ കൊടുക്കേണ്ടതാ, ഈ ഒരു ബോഡി പാർട്ടിലാണ് കൊടുക്കേണ്ടത്. അങ്ങനത്തെ കണ്ടന്റ് ഒക്കെ കൊടുക്കേണ്ടത് ബോഡി പാർട്ടിലാണ്. നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട കണ്ടന്റ് ഒക്കെ കൊടുക്കേണ്ടത് ബോഡി പാർട്ടിലാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ കണ്ട HTML ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ്. അതുപോലെ അടുത്തത് എന്താണ്, ഹെഡ് ഹെഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ടൈറ്റിൽ എന്ന് പറഞ്ഞ ടാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്താണ് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്, പേജ് ടൈറ്റിൽ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഈ ഒരു വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യില്ല. ഇത് ജസ്റ്റ് ഒരു ഹെഡിങ് ആയിട്ട്, ഒരു ടൈറ്റിൽ ആയിട്ട് മേലെ അപ്പൊ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ആയിരിക്കും വരിക, അല്ലാതെ ഇത് ഡിസ്പ്ലേ ചെയ്യില്ല കേട്ടോ. അടുത്തത് ഹെഡ്, ഈ ടൈറ്റിൽ ക്ലോസ് ചെയ്ത ശേഷം ഹെഡ് ക്ലോസ് ചെയ്തു, അതിനുശേഷം ഇവിടെ ബോഡി ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇപ്പൊ കണ്ടില്ലേ, ഈ ബോഡി കണ്ടോ, ഇത്രയും സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്, H1 ഒരു ഹെഡിങ് ടാഗ് ആണ് H1 എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ ഇതിനുള്ളിൽ ദിസ് ഈസ് എ ഹെഡിങ് കൊടുത്തു. അതുപോലെ P ടാഗ് എന്തിനാണ്, പാരഗ്രാഫിന് വേണ്ടിയിട്ടാണ് P ടാഗ് യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് എ പാരഗ്രാഫ് എന്ന് കൊടുത്തു. അപ്പൊ ഞാൻ ഈ ബോർഡിന്റെ ഉള്ളിൽ ഇത്രയും കണ്ടന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് HTML ക്ലോസ് ചെയ്തിട്ട് ഇത് സേവ് ചെയ്ത്, നമ്മൾ ഒരു HTML ഡോക്യുമെന്റ് സേവ് ചെയ്യുമ്പോൾ നമുക്ക് ഫയലിൽ എവിടെയാണ് വേണ്ടത് സെലക്ട് ചെയ്ത ശേഷം പേര് എന്തെങ്കിലും പേര് കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും പേര് കൊടുത്തിട്ട് HTML എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ യൂസ് ചെയ്യണം. പേര് നമുക്ക് എന്താണ് നമ്മുടെ ഫയലിന്റെ പേര്, അതേ .html, അല്ല എന്നുണ്ടെങ്കിൽ HTM, പേര് .html അല്ലെങ്കിൽ പേര് .htm, ഇങ്ങനെയാണ് ഈ ഒരു എക്സ്റ്റൻഷനാണ് നമ്മൾ HTML സേവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പൊതുവെ നമ്മൾ നോട്ട് പാഡിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പൊ നോട്ട് പാഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ കോഡ് എഴുതുക, സേവ് ചെയ്യുക, ഫയലിൽ പോയി സേവ് ആസ് നിൽക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് സേവ് ചെയ്യാനുള്ള നെയിമും ഏത് ഫോർമാറ്റിലാണെന്നൊക്കെ ചോദിക്കും. സോറി, നമുക്ക് സേവ് ചെയ്യാൻ നെയിം ചോദിക്കും. അപ്പൊ നമ്മൾ എന്താണ് നെയിം, അത് .html മസ്റ്റ് ആയിട്ട് കൊടുക്കണം, എന്നാൽ അതൊരു HTML ഡോക്യുമെന്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നേരത്തെ ഈ മേലത്തെ ഈ ഒരു പ്രോഗ്രാമിന്റെ കോഡ് ഔട്ട്പുട്ട് ആണ് ഈ താഴെ തന്നിട്ടുള്ളത്. കണ്ടില്ലേ, H1 ഒരു ഹെഡിങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, H1. അപ്പൊ ദിസ് ഈസ് എ ഹെഡിങ് എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. അത് H1 കണ്ടില്ലേ, ഹെഡിങ് ആയി കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ ബോൾഡ് ആയിട്ടൊക്കെ വരുന്നത്. താഴെ കണ്ടോ, P ടാഗിൽ ഒരു പാരഗ്രാഫ് അയച്ച് ദിസ് ഈസ് എ പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് താഴെ നമ്മളിപ്പോ ഈ എക്സാമ്പിളിന് യൂസ് ചെയ്തിട്ടുള്ള ടാഗുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. HTML എന്താണ്, നേരത്തെ പറഞ്ഞു, റൂട്ട് എലമെന്റ് ആണ് HTML എന്ന് പറയുന്നത്. റൂട്ട് എലമെന്റ് ആണ് HTML. ഹെഡ് എന്ന് പറയുന്നത് വെച്ചാൽ അതിൽ മെറ്റാ ഇൻഫോർമേഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. മെറ്റാ ഇൻഫോർമേഷൻസ് എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ, അങ്ങനത്തെ ഒക്കെ മെറ്റാ ഇൻഫർമേഷൻ, മെറ്റാ UTF, അതൊക്കെ അതിൽ ഉണ്ടായിരിക്കാം. അതുപോലെ ടൈറ്റിൽ എന്താണ്, സ്പെസിഫൈസ് എ ടൈറ്റിൽ ഫോർ ദി HTML പേജ്. അതെവിടെ ഷോൺ ചെയ്ത് നോക്കൂ, ബ്രൗസറിന്റെ ടൈറ്റിൽ ബാറിലായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലാതെ നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യിക്കില്ല. ബോഡി എന്താണ്, എലമെന്റ് ഡിഫൈൻസ് ഡോക്യുമെന്റ്സ് ബോഡി, ഡോക്യുമെന്റിന്റെ ബോഡിയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് ഇസ് എ കണ്ടെയ്നർ ഫോർ ദ വിസിബിൾ കണ്ടന്റ്. അപ്പൊ നമുക്ക് എന്തൊക്കെ കാണേണ്ട കണ്ടന്റ്സ് നമുക്ക് കൊടുക്കുന്നത് ബോഡിന്റെ ഉള്ളിലാണ്. അതായത് ഹെഡിങ്, പാരഗ്രാഫ്, ഇമേജസ്, ഹൈപ്പർലിങ്ക് എക്സെട്ര, അതൊക്കെ നമുക്ക് എന്തൊക്കെ വിസിബിൾ ചെയ്ത് വരണം, അതൊക്കെ നമ്മൾ എവിടെ കൊടുക്കേണ്ടത്, ബോഡി പാർട്ടാണ് കൊടുക്കേണ്ടത്. പിന്നെ H1 നമ്മൾ പറഞ്ഞു ഹെഡിങ്ങിന് വേണ്ടിയിട്ടാണ്. P ടാഗ് എന്തിനാ, നമുക്ക് പാരഗ്രാഫ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് P ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. HTML എലമെന്റ്, അതായത് ടാഗ് നെയിം ഉണ്ടായിരിക്കും അല്ലെ, ടാഗ് നെയിം എങ്ങനെ കൊടുക്കുക, ഈ ലെസ്താന്റെ സൈന് എന്താണ് നമ്മുടെ ടാഗ് നെയിം, ഹെഡ് ഉണ്ട്, ബോഡി ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്, നമ്മൾ അതൊക്കെ വഴിയെ പഠിക്കും. അപ്പൊ ടാഗ് നെയിം കൊടുത്തു, നമുക്ക് എന്ത് കണ്ടന്റ് ആണ് അവിടെ കൊടുക്കേണ്ടത്, അതാണ് അടുത്തത് കൊടുക്കേണ്ടത്. അതിനുശേഷം ആ ഒരു ടാഗ് എന്താക്കണം, ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സ്ലാഷ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിലൊരു എക്സാമ്പിൾ ആണ് അതൊക്കെ. H1 അതിന്റെ എലമെന്റ് കണ്ടന്റ് എന്താണ്, ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, H1 മൈ ഫസ്റ്റ് ഹെഡിങ്, H1 ക്ലോസ് ചെയ്തു. അപ്പൊ ഇതെന്താണ്, സ്റ്റാർട്ട് ടാഗ് ആണ്, ഇതാണ് സ്റ്റാർട്ട് ടാഗ്. ഇതെന്താണ്, എൻഡ് ടാഗ് ആണ്. ഇതാണ് ഇതിനുള്ളിലുള്ള കണ്ടന്റ്. ഓക്കെ അല്ലേ.
ഇത്രയാണ് ബേസിക് ആയിട്ട് നമുക്ക് HTML അറിഞ്ഞിരിക്കേണ്ടത്. താങ്ക് യു.